ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമില്ലാതെയുള്ള ജനകീയ സമരങ്ങൾ പലപ്പോഴും വിജയിച്ച ചരിത്രമാണുള്ളത്. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പ്രതിഷേധിക്കാനും ജനങ്ങൾ തന്നെ രംഗത്തെത്തുമ്പോൾ ഇതിനു മുന്നിൽ അധികാരികൾക്കും മുട്ടുമടക്കേണ്ടി വരുന്നു. എന്നാൽ 30 ദിവസങ്ങളിലായി മലാപ്പറമ്പ് AUP സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നതിനു വേണ്ടി ജനങ്ങൾ നടത്തുന്ന സമരം പരിഹാരമാകാതെ തുടരുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. രാഷ്ട്രീയത്തിൽ വികാരപ്രകടനങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. CK ജാനു NDA സ്ഥാനാർത്ഥിയായത് അവസരവാദമാണെന്നും ബൃന്ദ. കേരളത്തിലും CPM കോൺഗ്രസ് ധാരണയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജയപ്രകാശ് നഡ്ഡ. ഇരു മുന്നണികൾക്കും ഭീഷണിയായി NDA വികസന മുന്നേറ്റം നടത്തുമെന്നും നഡ്ഡ. മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടുന്നതിൽ പ്രതിഷേധം ശക്തം. ഭൂമാഫിയകളുടെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണവുമായി KSTയും രംഗത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയത്തിൽ വികാരപ്രകടനങ്ങൾക്ക് സ്ഥാനമില്ലെന്നും സോണിയയും BJPയും പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് വേണ്ടതെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. രാജ്യത്തെ ദളിതർ മുഴുവൻ NDAയെ എതിർക്കുമ്പോൾ CK ജാനു അവരുടെ സ്ഥാനാർത്ഥിയായത് അവസരവാദമാണെന്നും ബൃന്ദ പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തെ ഗുജറാത്താക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. ഗുജറാത്തിനേക്കാൾ എത്രയോ മുന്നിലാണ് കേരളം. പല കാര്യങ്ങളിലും കേരളം രാജ്യത്തിന് മാതൃകയാണ്. ഈ നേട്ടങ്ങൾ ഇടതുപക്ഷം കേരളം ഭരിച്ചതുകൊണ്ട് സംഭവിച്ചതാണ്. കോൺഗ്രസിന്റെയും മോദിയുടെയും വികസന സമീപനങ്ങൾ ഒന്നു തന്നെയാണെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ വികാരപ്രകടനങ്ങൾക്ക് സ്ഥാനമില്ലെന്നും അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വിഷയത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് സോണിയയും BJPയും ചെയ്യേണ്ടതെന്നും അവർ പറഞ്ഞു. രാഷ്ട്രീയമായി ഒന്നും പറയാനില്ലാതാവുമ്പോഴാണ് വിഷയങ്ങൾ വ്യക്തിപരമായി മാറുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. രാജ്യം മുഴുവൻ NDAക്കെതിരെ തിരിയുമ്പോൾ CK ജാനു NDAക്ക് വേണ്ടി മത്സരിക്കുന്നത് അവസരവാദമാണ്. രോഹിത് വെമുലയുടെ മരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ തുടർന്ന് ദലിതർ കൂട്ടത്തോടെ NDAക്കെതിരെ തിരിയുമ്പോൾ ജാനുവിന്റെ നിലപാട് പിന്നാക്ക വിഭാഗങ്ങൾക്ക് ദോഷകരമായി മാറുമെന്നും ബൃന്ദ കൂട്ടിച്ചേർത്തു. CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ, P സതീദേവി, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ജോയിന്റ് സെക്രട്ടറി KC റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബംഗാളിലുള്ളതുപോലെ കേരളത്തിലും CPIM കോൺഗ്രസ് ധാരണ നിലനിൽക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജയപ്രകാശ് നഡ്ഡ. ഒരു ഭാഗത്ത് കടുത്ത എതിർപ്പും മറുഭാഗത്ത് ഒത്തൊരുമയുമാണെന്നും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. CPM കോൺഗ്രസ് കൂട്ടുകെട്ട് ബംഗാളിലെന്ന പോലെ കേരളത്തിലും നിലനിൽക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജയപ്രകാശ് നഡ്ഡ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോഴിക്കോട്ടെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കടുത്ത മത്സരത്തിലും ബംഗാളിൽ ഒത്തൊരുമയുമാണ് കാണുന്നത്. ഇത് ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇരു മുന്നണികൾക്കും ഭീഷണിയാകുന്ന തരത്തിലാണ് BJPയുടെ വളർച്ച. അഴിമതിയിലും കോഴയിലും മുങ്ങി നിൽക്കുന്ന UDFനും ആശയപരമായ തെറ്റിദ്ധാരണകൾ പരത്തുന്ന LDFനും ബദലായി NDA വികസന മുന്നേറ്റം നടത്തും. വികസന നേട്ടങ്ങൾക്കായി ഇത്തവണ താമര വിരിയുമെന്ന വിജയപ്രതീക്ഷയും പങ്കുവച്ചാണ് അദ്ദേഹം മടങ്ങിയത്. They will strategize accordingly, and I'm told that one of the district presidents has said that in Kozhikode for mayor election or some election they supported each other only to defeat BJP. So we know you see, these are the stages which takes place. This itself is a very welcome step that we are now the major player and we are the force to be reckoned with. ഹോട്ടൽ കിങ് ഫോർട്ടിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ NR മധു രചിച്ച മൗനം ഒരു കുറ്റമാണോ എന്ന CD പ്രകാശനം ചെയ്തു. പരിപാടിയിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലം NDA സ്ഥാനാർത്ഥി KP ശ്രീശൻ, BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
മലാപ്പറമ്പ് UP സ്കൂൾ അടച്ചുപൂട്ടുന്നത് ലാഭത്തിന്റെ ഭാഗമായി പണമുണ്ടാക്കാനാണെന്നും ഗവൺമെന്റ് ഭൂമാഫിയകൾക്ക് കൂട്ടുനിൽക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണിതെന്നും KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK സതീശൻ. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടുന്നതിനെതിരെ KSTA സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലാപ്പറമ്പ് AUP സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നതിനായി കഴിഞ്ഞ 30 ദിവസമായി നാട്ടുകാരുടെയും അധ്യാപകരുടെയും ജനകീയ പ്രസ്ഥാനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സമരങ്ങൾ തുടങ്ങിയിട്ട് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ ഹൈക്കോടതി വിധിയനുസരിച്ച് സ്കൂൾ പൂട്ടുന്നതിന് മാനേജർക്ക് അനുമതി ലഭിച്ചിരുന്നു. അതനുസരിച്ച് വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകാത്തതാണ് സ്കൂൾ അടച്ചുപൂട്ടലിലേക്ക് എത്തിച്ചത്. സ്കൂൾ അടച്ചുപൂട്ടുന്നത് ലാഭത്തിന്റെ ഭാഗമായി പണമുണ്ടാക്കാനാണെന്നും കേരള ഗവൺമെന്റ് ഭൂമാഫിയകൾക്ക് കൂട്ടുനിൽക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണിതെന്നും KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK സതീശൻ പറഞ്ഞു. അനുകൂലമായ നടപടികൾ സ്വീകരിക്കും വരെ പ്രതിഷേധവുമായി അധ്യാപക കൂട്ടായ്മ സജീവമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഗവൺമെന്റ് ഭൂമാഫിയകൾക്ക് കൂട്ടുനിന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ് ഈ വിദ്യാലയത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഈ വിദ്യാലയം സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശക്തമായി നടത്താൻ മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ടാവും. ഇതൊരു കാരണവശാലും പൂട്ടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനിലെ അധ്യാപകർ പ്രകടനം നടത്തിക്കൊണ്ടാണ് സ്കൂളിലേക്ക് എത്തിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RV അബ്ദുള്ള, PH താഹ, PP രഘുനാഥ്, ഗോപാലൻ മാസ്റ്റർ, KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK സതീശൻ, സ്കൂൾ സംരക്ഷണ സമിതി പ്രസിഡന്റ് ബാസി മലാപ്പറമ്പ്, MK മോഹൻകുമാർ, മുൻ കൗൺസിലർ പത്മജ, ഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നെറ്റ്പാക് ഫിലിം ഫെസ്റ്റും അരവിന്ദായനവും കോഴിക്കോട്ട് നടക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജീവ് നാഥ് പറഞ്ഞു. ഫിലിം ഫെസ്റ്റിവൽ 23, 24 തീയതികളിലും അരവിന്ദായനം 25, 26 തീയതികളിലുമായാണ് ശ്രീ തിയേറ്ററിൽ സംഘടിപ്പിക്കുന്നത്. ഏഷ്യൻ സിനിമയുടെ വളർച്ചയ്ക്കായി നിലകൊള്ളുന്ന നെറ്റ്പാക് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 8 സിനിമകൾ ഉൾപ്പെടുത്തിയുള്ള ഫിലിം ഫെസ്റ്റിവൽ മെയ് 23, 24 തീയതികളിൽ കോഴിക്കോട് ശ്രീ തിയേറ്ററിൽ നടക്കും. അണ്ടർ ഹെവൻ, സ്ട്രേഞ്ചർ, നേ, അണ്ടിൽ വൺ ലോസ്റ്റ് മൈ ബ്രെത്ത്, ഷാഡോ ബിഹൈൻഡ് മീ, ഷാഡോ ബിഹൈൻഡ് ദ മൂൺ, പ്ലീസ് ഡു നോട്ട് ഡിസ്റ്റർബ്, 11 ഫ്ലവേഴ്സ്, ഓഗസ്റ്റ് സൺ തുടങ്ങിയ 8 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ G. അരവിന്ദൻ ഓർമ്മയായിട്ട് ഇക്കഴിഞ്ഞ മാർച്ച് 15-ന് 25 വർഷം പൂർത്തിയായതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായ കോഴിക്കോട്ട് അരവിന്ദായനം സംഘടിപ്പിക്കുന്നത്. മെയ് 25, 26 തീയതികളിൽ ശ്രീ തിയേറ്ററിൽ അരവിന്ദൻ ചിത്രങ്ങളായ തമ്പ്, കാഞ്ചനസീത, എസ്തപ്പാൻ, ഉത്തരായനം, കുമ്മാട്ടി, ചിദംബരം എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. കൂടാതെ കാർട്ടൂൺ പ്രദർശനം, ഫോട്ടോ പ്രദർശനം, ചർച്ച എന്നിവയും നടക്കും. ഇതിന്റെ ഭാഗമായുള്ള ഡെലിഗേറ്റ് സെൽ മെയ് 20 മുതൽ കൈരളി ശ്രീ തിയേറ്ററിൽ പ്രവർത്തനം തുടങ്ങുമെന്നും രാജീവ് നാഥ്, രാജ്മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താരപരിവേഷമുള്ള നേതാവിന്റെ സാമീപ്യം വാഗ്ദാനം ചെയ്ത് BJP നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം അണികളെ നിരാശരാക്കി. കത്തുന്ന വെയിലിൽ പ്രിയതാരത്തെ കാണാൻ മണിക്കൂറുകളോളം കാത്തുനിന്ന ആയിരക്കണക്കിന് ആരാധകരാണ് താരനേതാവ് എത്തില്ലെന്നറിഞ്ഞ് നിരാശരായി മടങ്ങിയത്. ഫറോക്കിൽ NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രശസ്ത ചലച്ചിത്ര നടനും MP-യുമായ സുരേഷ് ഗോപി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്കെത്തുമെന്നായിരുന്നു സംഘാടകർ അറിയിച്ചിരുന്നത്. സിനിമാ താരത്തെ അടുത്തു കാണാൻ ആളുകൾ രാവിലെ 9 മണിയോടെ തന്നെ ഫറോക്കിലെ പുത്തേരി ഗ്രൗണ്ടിലെ പൊതുയോഗ വേദിയിൽ എത്തിയിരുന്നു. മണ്ണൂരിൽ നിന്നും റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി കടന്നുവരികയെന്നാണ് ആദ്യം അറിയിപ്പുണ്ടായത്. തുടർന്ന് റോഡിന്റെ ഇരുവശത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. പ്രവർത്തകരെയും അണികളെയും വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ഒന്നൊന്നായി വേദിക്കരികിലേക്കെത്തി. പൊരുവെയിലിനെ വകവയ്ക്കാതെ വന്നവർ ഇരിപ്പിടം സ്വന്തമാക്കാനുള്ള തിരക്കിലായിരുന്നു. 10:30യോടെ താൽക്കാലികമായി ഒരുക്കിയ സദസ്സ് നിറഞ്ഞു. തുടർന്ന് വേദിയിൽ നേതാക്കളുടെ ഒന്നൊന്നായുള്ള പ്രസംഗവും തുടങ്ങി. 12:30യോടെ അറിയിപ്പ് വന്നു. കോഴിക്കോട് നടന്ന മറ്റൊരു റോഡ് ഷോയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സുരേഷ് ഗോപി എത്തുന്നില്ലെന്ന വാർത്ത. തുടർന്ന് NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിനു വേണ്ടി രാഹുൽ ഈശ്വർ വോട്ടഭ്യർത്ഥിച്ച് പ്രസംഗിച്ചു. ഇതിനിടയിൽ പ്രവർത്തകരും അണികളും നിരാശരായി മടങ്ങുന്ന കാഴ്ചയുമുണ്ടായി. സുരേഷ് ഗോപി എത്തിയില്ലെങ്കിലും ബേപ്പൂർ മണ്ഡലത്തിൽ അണികളെ നിരത്തി ശക്തി തെളിയിക്കാൻ കഴിഞ്ഞതിലുള്ള ആത്മവിശ്വാസത്തിലാണ് BJP പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ,
ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ഒന്ന് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. എല്ലാരും അറിഞ്ഞില്ലേ, മെയ് 16 തിങ്കളാഴ്ച നമ്മളെ ജനാധിപത്യത്തിന്റെ ഉത്സവ, നമ്മളെ തെരഞ്ഞെടുപ്പ്. നമ്മൾ വോട്ട് ചെയ്യാൻ പോണുണ്ട്. നിങ്ങൾ എല്ലാരും വോട്ട് ചെയ്യാൻ പോണേ. വോട്ട് നമ്മളെ അവകാശല്ലേ, അന്നപ്പോ എല്ലാരും അത് ഉപയോഗിക്കുക, വോട്ട് ചെയ്യണം. എന്റെ വോട്ട് എന്റെ ശബ്ദം. സ്വീപ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടി. വാർത്തകൾ തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അക്ഷയ ഡിസ്ട്രിക്ട് പ്രോജക്ട് മാനേജർ സുവിന എസ് നായർ ക്ലാസുകൾ നയിച്ചു. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ജില്ലയിലെ പത്രമാധ്യമ പ്രവർത്തകർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അക്ഷയ ഡിസ്ട്രിക്ട് പ്രോജക്ട് മാനേജർ സുവിന എസ് നായർ ക്ലാസുകൾ നയിച്ചു. പ്രധാന പങ്ക് വഹിക്കുന്നത് നമുക്ക് അക്ഷയ സംരംഭകർ വഴി ഓപ്പറേറ്റർമാരെ നിയോഗിച്ച് അതത് സെൻസിറ്റീവ് ബൂത്തുകളിൽ നമ്മൾ വെബ്കാസ്റ്റിംഗ് ചെയ്യാനുള്ള മാൻ പവർ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും റിപ്പോർട്ടിംഗിന് ആവശ്യമായ അടിസ്ഥാന വിവരങ്ങളും ശില്പശാലയിൽ ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പിനെ വളച്ചൊടിക്കുന്ന രീതിയിലാണ് പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമീപനത്തിന് മാറ്റം വരുത്താനും മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനത്തിലൂടെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ സമഗ്രമായ രീതിയിൽ തയ്യാറാക്കാനുമാണ് ഏകദിന ശില്പശാല ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാക്കാൻ അക്ഷയ വഴി പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ജില്ലയിലെ പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തും. ഇതുകൂടാതെ കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ കോളേജ് ഓഡിയോ വിഷ്വൽ തിയേറ്ററിൽ നടന്ന പരിപാടിയിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായിരുന്നു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ദേവിദാസൻ, സ്റ്റേറ്റ് ട്രെയിനർ വിജയകുമാർ, അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ CP അബ്ദുൽ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ പത്രമാധ്യമങ്ങളിൽ നിന്നായി ന്യൂസ് എഡിറ്റർ, സബ് എഡിറ്റർ, സീനിയർ ഫോട്ടോഗ്രാഫേഴ്സ്, റിപ്പോർട്ടർമാർ, മാധ്യമ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ അടങ്ങിയ വോട്ട് ചരിത്രം പുസ്തകം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമൂഹത്തിന്റെ മതേതര മൂല്യവും ഹൈന്ദവ ഐക്യവും തകർക്കാനുള്ള ശ്രമമാണ് സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവർ ചെയ്യുന്നതെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി. അനുഷ്ഠാനങ്ങൾ ലംഘിച്ചു വരുന്ന സ്ത്രീകളെ മല കയറാൻ അനുവദിക്കില്ലെന്നും PSS ഭാരവാഹികൾ പറഞ്ഞു. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനത്തിന് വിലക്കില്ല. 10 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്കും 50 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും യഥേഷ്ടം മല കയറുവാനുള്ള അവകാശമുണ്ട്. സമൂഹത്തിന്റെ മതേതര മൂല്യവും അതിലൂടെ ഹൈന്ദവ ഐക്യവും തകർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് യൗവനയുക്തരായ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നൽകണമെന്നുള്ള നിർബന്ധത്തിന് പിന്നിലുള്ളതെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു കൂട്ടം രാജ്യദ്രോഹികളുടെ നീക്കമാണിതെന്ന് തിരിച്ചറിയണം. 160ഓളം ഹിന്ദു സമുദായ സംഘടനയിലെ അമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് അനുഷ്ഠാനങ്ങൾ ലംഘിച്ചു വരുന്ന സ്ത്രീകളെ പമ്പയിൽ വെച്ച് തടയുമെന്നും ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധ കൂട്ടായ്മയും സമരങ്ങളും നടത്തുമെന്നും പണിക്കർ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. ഹിന്ദു സംഘടനകളുണ്ട് നിലയിൽ അവരുടെ അമ്മമാരെയൊക്കെ നിർത്തിവെച്ചിട്ട് ആ ആചാരങ്ങൾ ലംഘിച്ചു വരുന്ന ആളെ ഞങ്ങൾ പമ്പയിൽ വെച്ച് തടയും. അതിനുള്ള അതായത് കാര്യങ്ങളും പണിക്കർ സർവീസ് സൊസൈറ്റി ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ചെയർമാൻ TK മുരളീധര പണിക്കർ, ചെലവൂർ ഹരിദാസ് പണിക്കർ, കമല R പണിക്കർ, സരള കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജിഷയുടെ ഘാതകരെ ഉടൻ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബാങ്ക്, ഇൻഷുറൻസ്, ടെലിഫോൺ ജീവനക്കാർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മാനാഞ്ചിറയ്ക്ക് സമീപം നടന്ന പരിപാടിക്ക് BSNL എംപ്ലോയീസ് യൂണിയൻ നേതാവ് ഭാഗ്യലക്ഷ്മി മെഴുകുതിരി കത്തിച്ച് തുടക്കമിട്ടു. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ ദാരുണ കൊലപാതകത്തിലും കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ അധികൃതർ കാണിക്കുന്ന അനാസ്ഥയിലും പ്രതിഷേധിച്ച് ബാങ്ക്, ഇൻഷുറൻസ്, ടെലികോം ജീവനക്കാർ മാനാഞ്ചിറയ്ക്ക് സമീപം പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വായ മൂടുകെട്ടി LIC പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ലൈബ്രറി കോർണറിൽ സമാപിച്ചു. BSNL എംപ്ലോയീസ് യൂണിയൻ നേതാവ് ഭാഗ്യലക്ഷ്മി മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു.
അതെല്ലാം മനഃപൂർവ്വം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ അതിൻ്റെ അന്വേഷണത്തെ വഴിമാറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം അതൊക്കെ അവർ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. 6-7 ദിവസം കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രതിഷേധം അതിശക്തമാകുന്നു എന്നുള്ള അതിൻ്റെ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഒന്ന് കേസെടുക്കാനും അതിന് പ്രതികരിക്കാനും നമ്മളെ ഭരണാധികാരികളും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും തയ്യാറായത് എന്നുള്ളതാണ് നമ്മുടെ പ്രതിഷേധം. PP കൃഷ്ണൻ, മീന നായർ, ടി ബിന്ദു എന്നിവർ സംസാരിച്ചു. BSNL എംപ്ലോയീസ് യൂണിയൻ, ബെഫി, LIC എംപ്ലോയീസ് യൂണിയൻ എന്നീ സംഘടനകൾ ചേർന്നാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭൂനികുതി പ്രശ്നത്തിൽ UDF സർക്കാർ കർഷകരെ വഞ്ചിച്ചു എന്ന് മലയോര കർഷക ആക്ഷൻ കമ്മിറ്റി. UDF സർക്കാരിന്റെ കർഷക ദ്രോഹ നയത്തിനെതിരെ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും കൺവീനർ CD തോമസ് ആവശ്യപ്പെട്ടു. 2002 UDF ഭരണത്തിൽ കോഴിക്കോട് DFOയുടെ നിർദ്ദേശാനുസരണം മലയോര മേഖലകളിലെ കർഷകരുടെ നികുതി വില്ലേജ് ഓഫീസുകളിലൂടെ തടയുകയായിരുന്നു എന്ന് OD തോമസ് പറഞ്ഞു. കർഷക പ്രക്ഷോഭങ്ങളെ തുടർന്ന് 2005-ലും 2013-ലും 2016-ലും സർക്കാർ ഉന്നതതല യോഗം വിളിച്ച് നികുതി സ്വീകരിക്കുന്നതാണെന്ന് പ്രഖ്യാപനങ്ങൾ നടത്തി കർഷകരെ വഞ്ചിച്ചു. 100 കണക്കിന് കർഷകർ കഴിഞ്ഞ 14 കൊല്ലമായി കുടിയിറക്ക് ഭീഷണി നേരിടുകയാണ്. സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്ക് നിഷേധിക്കപ്പെട്ടു. നികുതി നിഷേധിച്ച സ്ഥലത്ത് ജണ്ട കെട്ടിയതിന്റെ പേരിൽ കക്കാടംപൊയിൽ എന്ന സ്ഥലത്ത് കർഷക ആത്മഹത്യ വരെ നടന്നു. ഭൂനികുതി പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കർഷകരെ ബോധപൂർവം വഞ്ചിക്കുകയായിരുന്നുവെന്നും മലയോര കർഷക ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. സർക്കാരിന്റെ കർഷകദ്രോഹ നയത്തിനെതിരെ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യണമെന്നും മലയോര കർഷക ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ OD തോമസ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സൂര്യനെ ചാന്തണിയിച്ച നൂറ്റാണ്ടിന്റെ അപൂർവ കാഴ്ച കാണാൻ കോഴിക്കോട്ട് കടപ്പുറത്ത് വൻ ജനാവലി. ബുധഗ്രഹം സൂര്യന് കുറുകെ നീങ്ങുന്ന ബുധസംതരണം കാണാൻ കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രമാണ് സോളാർ ഫിൽട്ടർ ഘടിപ്പിച്ച അത്യാധുനിക ദൂരദർശിനികൾ സജ്ജമാക്കിയത്. കാഴ്ചക്കാർക്ക് വിജ്ഞാന കൗതുകം പകർന്ന് ആകാശത്ത് ബുദ്ധസംതരണം നടന്നു. തിങ്കളാഴ്ച വൈകിട്ട് 4:30 ശേഷം സൂര്യാസ്തമയം വരെ ആകാശത്ത് ബുദ്ധസംതരണത്തിന്റെ ആദ്യഘട്ടം ദൃശ്യമായി. കോഴിക്കോട് കടപ്പുറത്ത് സ്ഥാപിച്ച ദൂരദർശിനിയിലൂടെ നിരവധി പേർ ഇത് നിരീക്ഷിച്ചു. ഭൂമിക്കും സൂര്യനുമിടയിലൂടെ ബുധൻ കടന്നുപോകുമ്പോൾ കൃത്യമായി ഒറ്റ നേർരേഖയിൽ വരുന്നത് മൂലം സൂര്യബിംബത്തിനുള്ളിൽ പൊട്ടുപോലെ ബുധനെ കാണുന്നതാണ് ബുധസംതരണം. ഈ പ്രതിഭാസം ഒരു നൂറ്റാണ്ടിൽ 14 തവണ സംഭവിക്കുന്നതാണ്. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് ബുധസംതരണം വീക്ഷിക്കാൻ സജ്ജീകരണമൊരുക്കിയിരുന്നു. ബുധഗ്രഹം സൂര്യന് കുറുകെ ഒരു കറുത്ത പൊട്ടുപോലെ നീങ്ങുന്ന ദൃശ്യമാണ് കാഴ്ചക്കാർ കണ്ടത്. സോളാർ ഫിൽട്ടർ ഘടിപ്പിച്ച 3 അത്യാധുനിക ദൂരദർശിനികൾ കടപ്പുറത്ത് സജ്ജീകരിച്ചിരുന്നു. ബുധസംതരണം നടക്കുമ്പോൾ സൂര്യനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നിരീക്ഷിക്കുന്നത് കാഴ്ചയെ ബാധിക്കുമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. 2006 നവംബർ 6-നായിരുന്നു അവസാനമായി ബുധസംതരണം ദൃശ്യമായത്. അടുത്ത ബുധസംതരണം വീക്ഷിക്കാൻ 2032 വരെ കാത്തിരിക്കണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. നമ്മൾ ആര് ഭരിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. മെയ് 16 തിങ്കളാഴ്ച എല്ലാവരും പോളിംഗ് ബൂത്ത് പോയിട്ട് ഉപേക്ഷ വരുത്താണ്ട് വോട്ട് ചെയ്യണം. വോട്ട് അത് നമ്മളെ അവകാശമാണ്. നമ്മളും വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും വരണം. പായാക്കരുതേ. എന്റെ വോട്ട് എന്റെ ശബ്ദം. സ്വീപ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടി. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. ബഹുജൻ സമാജ് പാർട്ടി എലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥിക്കെതിരായ CPM ആക്രമണം അപലപനീയമാണെന്ന് BSP സംസ്ഥാന കൺവീനർ രമേശ് നന്മണ്ട. ജനറൽ സീറ്റിൽ പട്ടികജാതിക്കാരനെ മത്സരിപ്പിച്ചതുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്നും കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബഹുജൻ സമാജ് പാർട്ടി എലത്തൂർ അസംബ്ലി മണ്ഡലം സ്ഥാനാർത്ഥിക്കെതിരായ CPM ആക്രമണവും വധഭീഷണിയും അപലപനീയമാണെന്നും ഇത് തികച്ചും പ്രതിഷേധാർഹമാണെന്നും BSP സംസ്ഥാന കൺവീനർ രമേശ് നന്മണ്ട കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നല്ല നിലയിലുള്ള പ്രചരണം നടത്തി വരുന്നുണ്ട്. ഇതിൽ വിരളി പിടിച്ചുകൊണ്ടാണ് CPM
എമ്മിൻ്റെ പ്രവർത്തകർ BSP സ്ഥാനാർത്ഥിയെ ആക്രമിച്ചിട്ടുള്ളത്. ആശയദാരിദ്ര്യം നേരിടുന്ന CPM-ഉം ഇടതുമുന്നണിയും വിളറി പിടിച്ച് നടക്കുകയാണ്. അക്രമം കൊണ്ട് ജയിക്കാമെന്നത് CPM-ന്റെ വ്യാമോഹമാണ്. പട്ടികജാതി വർഗ കോളനികളിലും ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും BSPക്ക് ലഭിക്കുന്ന സ്വീകാര്യതയിൽ CPM കേന്ദ്രങ്ങൾ അങ്കലാപ്പിലാണെന്നും രമേശ് നന്മണ്ട കൂട്ടിച്ചേർത്തു. ബംഗാളിൽ ഫാസിസത്തിനെതിരെ എന്ന വ്യാജേന കോൺഗ്രസ് സഖ്യമുണ്ടാക്കി വിശാല രാഷ്ട്രീയം പറയുന്ന CPM കേരളത്തിൽ ഫാസിസ്റ്റ് സംസ്കാരമാണ് പ്രകടിപ്പിക്കുന്നത്. ദളിതരെയും മുസ്ലിങ്ങളെയും മറ്റ് ദുർബല വിഭാഗങ്ങളെയും സംബന്ധിച്ച് CPM-ഉം BJP-യും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇതിനെതിരെ കേരള ജനത പ്രതികരിക്കണമെന്നും കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച എലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം പരിപാടിയിൽ വികസന നേട്ടങ്ങൾ എണ്ണി സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ, UDF-ന്റെ P കിഷൻചന്ദ്, NDA-യുടെ VV രാജൻ എന്നിവരാണ് വ്യക്തമായ നിലപാടുകളുമായി മുഖാമുഖത്തിൽ അണിനിരുന്നത്. എലത്തൂർ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് AK ശശീന്ദ്രൻ സംസാരിച്ചു. പ്രതിപക്ഷ MLA എന്ന പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നാലാവുന്ന വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. 171 ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കി. ബാലുശ്ശേരി റോഡിൽ ബൈപ്പാസ് നിർമ്മിക്കാനും അവിടുത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനും കഴിഞ്ഞെന്നും മണ്ഡലത്തിലെ 141 ബൂത്തുകളിൽ തന്റെ കരസ്പർശം ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ കുടിവെള്ള പദ്ധതി ചേളന്നൂരിലും തലക്കുളത്തൂരിലും ഇനിയും പ്രാവർത്തികമായിട്ടില്ല. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ചർച്ച നടത്തിയെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടന്ന വികസനങ്ങൾക്ക് വഴിവെച്ചതും തുക അനുവദിച്ചതും സർക്കാരാണെന്ന വാദവുമായാണ് നിലവിലെ കോർപ്പറേഷൻ കൗൺസിലറായ UDF സ്ഥാനാർത്ഥി പൊറ്റങ്ങാടി കിഷൻചന്ദ് രംഗത്തെത്തിയത്. ഉമ്മൻചാണ്ടി സർക്കാർ MLA-മാർക്ക് 30 കോടി രൂപയാണ് അനുവദിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതുവഴിയാണ് വികസനം സാധ്യമാവുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങളാണുള്ളതെന്നും കിഷൻചന്ദ് പറഞ്ഞു. പൂലാടിക്കുന്ന് ബൈപ്പാസ് റോഡ് 152 കോടി രൂപ ചെലവിൽ സംസ്ഥാന സർക്കാരാണ് നിർമ്മിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാര്യമായ വികസനങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും മനുഷ്യർ നരകതുല്യമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന കോളനികൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് NDA സ്ഥാനാർത്ഥി തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. മണ്ഡലത്തിൽ കാർഷിക പുരോഗതിക്ക് ഏറെ സാധ്യതയുണ്ടെങ്കിലും ഇപ്പോൾ വയലുകൾ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. പാവയിൽ ചീർപ്പിന്റെ മേൽഭാഗം നാരായണൻ ചിറ എന്ന വിശാലമായ ജലസ്രോതസ്സുണ്ടെങ്കിലും അതൊന്നും ഉപയോഗപ്പെടുത്താൻ കാലാകാലങ്ങളായി വന്ന ജനപ്രതിനിധികൾക്കായിട്ടില്ല. അതിനാൽ മണ്ഡലത്തിൽ പറയത്തക്ക വികസനങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന നിലപാടിലാണ് VV രാജൻ മുഖാമുഖം പരിപാടിയിൽ വ്യക്തമാക്കിയത്. അക്ഷയ തൃതീയയുടെ പേരിലുള്ള വാണിജ്യ തട്ടിപ്പുകൾക്കെതിരെ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് തെരുവ് നാടകം സംഘടിപ്പിച്ചു. അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങിയാൽ ഐശ്വര്യമുണ്ടാകുമെന്ന സ്വർണ്ണ വ്യാപാരികളുടെ പരസ്യ തന്ത്രങ്ങൾക്കുള്ള പൊളിച്ചെഴുത്തായിരുന്നു നാടകം. LIC കോർണറിൽ അക്ഷയ തൃതീയയുടെ പുരാണം അവതരിപ്പിച്ചാണ് സ്വർണ്ണ വ്യാപാരികളുടെ വാദത്തെ തെരുവ് നാടകക്കാർ ഖണ്ഡിച്ചത്. സ്വർണ്ണ വ്യാപാരികളുടെ പരസ്യത്തിൽ ആകൃഷ്ടയായി അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങാൻ വാശി പിടിക്കുന്ന വീട്ടമ്മയും ഇത് വെറും വ്യാപാര തന്ത്രമാണെന്ന് പറഞ്ഞ് അതിനെ എതിർക്കുന്ന ഭർത്താവും തമ്മിലുള്ള കലഹത്തോടെയാണ് നാടകം തുടങ്ങുന്നത്. കലഹം കയ്യാങ്കളിയിലേക്ക് നീങ്ങുമ്പോൾ അവിടെ എത്തുന്ന പണ്ഡിതനാണ് അക്ഷയ തൃതീയയുടെ മഹാത്മ്യവും പ്രാധാന്യവും വെളിപ്പെടുത്തുന്നത്. ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമന്റെ ജന്മദിനമാണ് അക്ഷയ തൃതീയയെന്നും ഈ ദിവസം ദാനധർമ്മങ്ങൾക്കായുള്ളതാണെന്നും പണ്ഡിതൻ പറയുന്നു. ദാനം നൽകുന്നതിലൂടെ ക്ഷയിക്കാത്ത സമ്പത്ത് വന്നു ചേരുമെന്നാണ് ഐതിഹ്യം. ഇത് സ്വർണ്ണ വ്യാപാരികളുടെ കച്ചവട തന്ത്രത്തിന്റെ ഭാഗമായാണ് സ്വർണം വാങ്ങേണ്ട ദിവസമായി ചിത്രീകരിക്കപ്പെട്ടതെന്നും ഈ ദിവസം വാങ്ങേണ്ടതല്ലെന്നും മറിച്ച് കൊടുക്കേണ്ടതാണെന്നും ആ വീട്ടമ്മയെ ബോധ്യപ്പെടുത്തുന്നതോടെയാണ് തെരുവ് നാടകം അവസാനിക്കുന്നത്. നാടകത്തിനൊടുവിൽ ഒരു പഴ വ്യാപാരി തന്റെ കൈവശമുള്ള പഴങ്ങൾ ദാനം ചെയ്ത് ക്ഷയിക്കാത്ത സമ്പത്ത് സ്വന്തമാക്കുന്നുമുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ വേദി സംസ്ഥാന പ്രസിഡന്റ് വത്സൻ നെല്ലിക്കോട് രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ K സത്യപാലൻ, ജയകാന്തി ചേവായൂർ, T സജികുമാർ, PK ശശിധരൻ എന്നിവർ വേഷമിട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രസാദ് അരീക്കരയുടെ നെല്ലിക്ക എന്ന കഥാസമാഹാരം പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ NP വിജയകൃഷ്ണൻ പ്രകാശനം ചെയ്തു. സംവിധായകൻ മേലാറ്റൂർ രവിവർമ്മ പുസ്തകം ഏറ്റുവാങ്ങി. ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പ്രസാദ് അരീക്കരയുടെ നെല്ലിക്ക എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. അളകാപുരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ NP വിജയകൃഷ്ണൻ ചലച്ചിത്ര സംവിധായകൻ മേലാറ്റൂർ രവിവർമ്മയ്ക്ക് നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത്. കവി PP ശ്രീധരനുണ്ണി അധ്യക്ഷം വഹിച്ചു. നോവലിസ്റ്റ് PR നാഥൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആഖ്യാന സ്വഭാവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു അല്പം വാചാലമാണ് എങ്കിൽ കൂടി ആ വാചാലതയിലും ഒരു മാനവികതാ ബോധം, ഒരു ഹൃദയ നൈർമല്യം, ഒരു നിഷ്കളങ്കത അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ സമാഹാരത്തിലെ ഏറ്റവും മികച്ച കഥ എന്ന് പറയുന്നത് വിഷുക്കണി എന്നുള്ള കഥയാണ്. M ഗോകുൽദാസ്, മേലാറ്റൂർ രവിവർമ്മ, നൌഷാദ് അരീക്കോട്, MK ബീരാൻ, ബാലകൃഷ്ണൻ ഉണ്ണി മാസ്റ്റർ,
പ്രസാദ് അരീക്കര, മമ്മു മാസ്റ്റർ, മാളവിക സുരേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കലാഭവൻ മണിയുടെ മരണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ദളിത് കലാസാഹിത്യ കേന്ദ്രം സംഘടിപ്പിച്ച കലാഭവൻ മണി അനുസ്മരണ സമ്മേളനം ആവശ്യപ്പെട്ടു. സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം നടൻ ഇല്ലിക്കെട്ട് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കലാഭവൻ മണിയുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ദളിത് കലാസാഹിത്യ കേന്ദ്രം സംഘടിപ്പിച്ച കലാഭവൻ മണി അനുസ്മരണ സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് കേന്ദ്രമായി കലാഭവൻ മണി മന്ദിരവും മികച്ച കലാകാരന് മണി മെമ്മോറിയൽ അവാർഡും ഏർപ്പെടുത്താനും അനുസ്മരണ സമ്മേളനം തീരുമാനിച്ചു. സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന സമ്മേളനം സീരിയൽ നടൻ ഇല്ലിക്കെട്ട് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. രാമദാസ് വേങ്ങേരി അധ്യക്ഷനായിരുന്നു. ഈ വകുപ്പുകളൊക്കെ പരിശോധിച്ചാൽ ഈ സമൂഹത്തിന് എന്ത് നൽകിയെന്ന് നമുക്ക് ബോധ്യപ്പെടും. എല്ലാ പ്രൊട്ടക്ഷൻസും ഉണ്ടായി. സ്ത്രീകൾക്ക് പ്രത്യേകമായ പരീക്ഷ ഇന്ത്യൻ 15 ആർട്ടിക്കിൾ 3-4 വി എം ചന്ദ്രിക അജേഷ്, ഷിബു, ജയകുമാർ, പി അനിൽ ബാബു, ജോൺസൺ നെല്ലിക്കുന്ന്, ബാലൻ പുല്ലാളൂർ, കെ യു സോംജിത്ത്, ഒ സ്നേഹരാജ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉള്ളാട്ടിൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര പരിപാലന സമാജത്തിന്റെ ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി. 6 ദിവസം നീളുന്ന ഉത്സവാഘോഷങ്ങൾക്ക് ബ്രഹ്മശ്രീ പറപ്പൂർ രാകേഷ് തന്ത്രികളാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. മാവൂർ റോഡ് ഉള്ളാട്ടിൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ മഹോത്സവ പരിപാടികൾക്ക് തുടക്കമായി. മെയ് 9 മുതൽ 14 വരെ വിവിധ താന്ത്രിക കർമ്മങ്ങളോടെയാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. ആദ്യ ദിനം മഹാഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. ഉഷപൂജ, നവക പഞ്ചഗവ്യ കലശാഭിഷേകം, പന്തിരടി പൂജ, ശ്രീഭൂതബലി, ഉച്ചപൂജ എന്നിവ നടന്നു. വൈകിട്ട് 6:45 ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രതന്ത്രി രാകേഷ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. തുടർന്ന് ദീപാരാധന, ഭഗവതി സേവ, ഭുവനേശ്വരി ക്ഷേത്ര ഭജന സമിതിയുടെ ഭജന, ഭഗവത്ഗീത ഉപനിഷത്ത് പഠനവേദി കൺവീനർ കെ കുമാരന്റെ നേതൃത്വത്തിൽ പ്രഭാഷണം എന്നിവ നടന്നു. ക്ഷേത്ര ആരാധനയും ആചാരവും എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. തുടർന്നുള്ള ദിവസങ്ങളിൽ സർവൈശ്വര്യ പൂജ, ഭജന, പ്രഭാഷണം, ദീപാരാധന, പുഷ്പാഭിഷേകം, കലാപരിപാടികൾ, സമൂഹ സദ്യ എന്നിവ നടക്കും. സമാപന ദിവസം ക്ഷേത്രകുളത്തിലെ ആറാട്ട്, എഴുന്നള്ളത്ത്, ആഘോഷവരവ്, മംഗളപൂജ, കരിമരുന്ന് പ്രയോഗം, ബ്രഹ്മകലശം എന്നിവയും ഉണ്ടായിരിക്കും. ഉത്സവാഘോഷ പരിപാടികൾക്ക് പ്രസിഡന്റ് UK ജയരാജ്, ജനറൽ സെക്രട്ടറി P ബാലരാമൻ, ഖജാൻജി E രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. കാലാനുസൃതമായ പുരോഗതിക്കപ്പുറം ഭരണം നമുക്ക് അനുഭവമായിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണെന്ന് സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് VV രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഭൂപരിഷ്കരണം നടപ്പിലായിട്ടും കേരളത്തിൽ ലക്ഷക്കണക്കിന് പേർ ഭൂരഹിതരാണ്. ആരോഗ്യ സംരക്ഷണ രംഗത്തെ അശ്രദ്ധ രോഗാതുരമായ ജനതയെ സൃഷ്ടിച്ചു. കാർഷിക വിളകളുടെ വിലത്തകർച്ച കർഷകരുടെ ജീവിതം വഴിമുട്ടിച്ചു. ഇതിന് ഒരു മാറ്റം വേണമെന്നും അതിനായി NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. മുഴുവൻ കുടുംബങ്ങൾക്കും വീട്, തീരദേശ മേഖലയെ സംരക്ഷിക്കാൻ പ്രത്യേക പാക്കേജുകൾ, 24 മണിക്കൂറും കുടിവെള്ളം നൽകുന്ന പദ്ധതികൾ, ദളിത് ആദിവാസി വിഭാഗത്തിനായി പ്രത്യേക പാക്കേജ് എന്നിവ NDA നടപ്പാക്കുമെന്നും NDA അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ നന്മകൾ തിരിച്ചുവരുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയത്തിൽ വികാരപ്രകടനങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. CK ജാനു NDA സ്ഥാനാർത്ഥിയായത് അവസരവാദമാണെന്നും ബൃന്ദ. കേരളത്തിലും CPM കോൺഗ്രസ് ധാരണയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജയപ്രകാശ് നഡ്ഡ. ഇരു മുന്നണികൾക്കും ഭീഷണിയായി NDA വികസന മുന്നേറ്റം നടത്തുമെന്നും നഡ്ഡ. മലപ്പുറം UP സ്കൂൾ അടച്ചുപൂട്ടുന്നതിൽ പ്രതിഷേധം ശക്തം. ഭൂമാഫിയകളുടെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണവുമായി KSTAയും രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.